ഇവിടെ ഇരിക്കുന്ന ഇത്രയും പെണ്ണുങ്ങൾക്ക് ഒരു ടോയ്ലറ്റ് മൂത്രമൊഴിക്കാൻ പോലും ഇല്ല. ഇത്രയും പെണ്ണുങ്ങളെല്ലാം ഈ തെരുവിൽ നിന്നാണ് മൂത്രമൊഴിക്കുന്നത്. ഇവിടെ ഉള്ളവർ എന്ന് ഇത് തന്നെ ഗതി. നമുക്ക് ആര് ജയിച്ചാലും ഒന്നുമില്ല. അവർക്കുള്ള ഒരു വോട്ടിട്ട് കൊടുക്കേണ്ട കടമ മാത്രം. ഇലക്ഷൻ എടുക്കുമ്പം പറയുന്നത് നിങ്ങൾക്ക് 2 സൈഡും ഞങ്ങൾ ഇതെല്ലാം കെട്ടിത്തരാം, സീറ്റൊക്കെ ഇട്ട് തരാം, നിങ്ങൾക്ക് ബാത്റൂം വെച്ച് തരാം. അവരുടെ ആവശ്യം കഴിയും, അവരുടെ പോക്കിന് അവർ പോയിക്കൊണ്ടിരിക്കും. ഞങ്ങൾ അധ്വാനിച്ചാൽ തന്നെ ഞങ്ങളുടെ വീട്ടിൽ ജീവിക്കാൻ പറ്റും. 7 മാസമായി പെൻഷനുകൾ കൊടുക്കാറ്. ഈ കുടികൾ വാങ്ങിക്കണവരും ഈ അതിനോട് ഒരു ചായ ഓടിക്കണവരും എന്ത് ചെയ്യും? സാറിനകത്ത് വന്നാൽ എന്ത് പെൻഷൻ കൊടുക്കാത്ത കാര്യം 7 മാസമായില്ല. എന്ത് കൊടുക്കാത്ത കാര്യം എന്ത്? നിങ്ങളില്ലെങ്കിൽ കട്ടാക്കി കളയും, അല്ലെങ്കിൽ വേണ്ട, അല്ലെങ്കിൽ മര്യാദയ്ക്ക് കൊടുക്കണം. ഞങ്ങൾ അധ്വാനിച്ച് അന്ന് ഞങ്ങൾ കഞ്ഞി കുടിക്കുക, അല്ലാതെ ഗവൺമെൻറ്റിന് തന്ന ഇനിയുള്ളവർ തന്നല്ല ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങളുടെ കയ്യും കാലും ഉണ്ടെങ്കിൽ കടലിൽ നിന്ന് കിട്ടിയാൽ ഞങ്ങൾക്ക് ജീവിതം. ഒരു ടോയ്ലറ്റ് വെച്ച് തരാൻ വേണ്ടി ഇതേപോലെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ട്. എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളാണ്, ഇത്രയും ആണുങ്ങൾ വഴി പോകുന്നു, ഇത്രയും ആണുങ്ങൾ മീൻ വാങ്ങിക്കാൻ വരുന്നത്. അവരുടെ മുമ്പിലാണ് ഞങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത്. നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ? നമ്മൾ കേരളം മൊത്തം ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് ചൂടിലാണ്. അപ്പോൾ തിരുവനന്തപുരം മണ്ഡലത്തിലെ 3 പേരും നല്ല ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികൾ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഇലക്ഷനിൽ വോട്ടെടുപ്പിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളതാണ് തീരദേശ വോട്ടുകൾ. അപ്പോൾ തീരദേശത്തെ സംബന്ധിച്ച് ഇത്തവണ ഒരുപാട് പോയ വർഷങ്ങളെല്ലാം തന്നെ വിഴിഞ്ഞം സമരമടക്കം വലിയ രീതിയിൽ ഒരു കോളിളക്കം സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് സർക്കാരിന് വലിയ രീതിയിൽ തന്നെ അത് ഒരു കുരുക്കാണ്. എന്നിരുന്നാലും എത്രത്തോളം സ്ഥാനാർത്ഥികൾ തീരദേശ പ്രദേശങ്ങളിൽ വോട്ടപേക്ഷിച്ച് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെ സ്ഥാനാർത്ഥികൾ അവരെ കണ്ടിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇത്തവണ ആർക്ക് വോട്ട് ചെയ്യും, അവരുടെ ഒരു റെസ്പോൺസാണ് നമ്മൾ നേരിട്ടെടുക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ ഉള്ളത് വിഴിഞ്ഞത്താണ്. അപ്പോൾ വിഴിഞ്ഞം ഹാർബറിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവരുടെ പ്രതികരണം എന്താണ് എന്നുള്ളത് നമുക്ക് അവരോട് നേരിട്ട് തന്നെ ചോദിക്കാം. നമ്മളെന്ത് പറയാം മോളെ, എന്നും കയറുന്ന ഭരണത്തിൽ പോകുന്നവർ അവരുടെ ജോലി അവർക്കുള്ള ആവശ്യമുള്ളതിന് തന്നെ സാധിച്ചു കൊണ്ട് കൊടുക്കണം. ഇവിടെ ഇരിക്കുന്ന ഇത്രയും പെണ്ണുങ്ങൾക്ക് ഒരു ടോയ്ലറ്റ് മൂത്രമൊഴിക്കാൻ പോലും ഇല്ല. ഇത്രയും പെണ്ണുങ്ങളെല്ലാം ഈ തെരുവിൽ നിന്നാണ് മൂത്രമൊഴിക്കുന്നത്. വരുന്ന ഈ നാട്ടിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന മന്ത്രി പോലും, ഈ നാട്ടിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ആരായിരുന്നാലും നിങ്ങൾക്കൊരു ടോയ്ലറ്റ് ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞിട്ട് അതുപോലെ അവരുടെ ആവശ്യം കഴിഞ്ഞ് അവർ പോയിക്കൊണ്ടിരിക്കും. ഇവിടെ ഉള്ളവർ എന്ന് ഇത് തന്നെ ഗതി. നമുക്ക് ആര് ജയിച്ചാലും ഒന്നുമില്ല. അവർക്കുള്ള ഒരു വോട്ടിട്ട് കൊടുക്കേണ്ട കടമ മാത്രം. ഇതുവരെ ആരെങ്കിലും വന്നില്ലേ? ഏതെങ്കിലും പാർട്ടിക്കാർ ആരും വന്നില്ല. ഗവൺമെന്റ് ഭാഗത്തോട്ട് വന്നിട്ടില്ല അല്ലേ? ഇല്ല. ഞങ്ങളുടെ ആവശ്യം ഞങ്ങൾക്ക് സാധിച്ചു തരുന്നില്ല. ഈ കൊടും വെയിലത്താണ് ഈ പെണ്ണുങ്ങളെല്ലാം ഇരുന്ന് ഇലക്ഷൻ എടുക്കുമ്പം പറയുന്നത് നിങ്ങൾക്ക് 2 സൈഡും ഞങ്ങൾ ഇതെല്ലാം കെട്ടിത്തരാം, സീറ്റൊക്കെ ഇട്ട് തരാം, നിങ്ങൾക്ക് ബാത്റൂം വെച്ച് തരാം. അവരുടെ ആവശ്യം കഴിയും, അവരുടെ പോക്കിന് അവർ പോയിക്കൊണ്ടിരിക്കും. ഞങ്ങൾ അധ്വാനിച്ചാൽ തന്നെ ഞങ്ങളുടെ വീട്ടിൽ ജീവിക്കാൻ പറ്റും. അത് തന്നെ. 7 മാസമായി പെൻഷനുകൾ കൊടുക്കാറ്. ഈ കുടികൾ വാങ്ങിക്കണവരും ഈ അതിനോട് ഒരു ചായ ഓടിക്കണവരും എന്ത് ചെയ്യും? ഇപ്പോൾ ഇതാ 600 രൂപ 1600 രൂപ കൊടുക്കാനുള്ള അവർ കൊടുക്കണമെന്ന് 200 കൊടുക്കണമെന്ന് 1200 കൊടുക്കണമെന്ന് 1400 കൊടുക്കണമെന്ന് 1000 കൊടുക്കണമെന്ന്. ഇതെന്താ ചെയ്യുക അവർ വെച്ച്? അപ്പോൾ 4 മാസം 3 മാസം 2 മാസം കൊടുത്താലല്ലേ അവർ കുളി എങ്ങനെ വാങ്ങിക്കാൻ പറ്റും? അപ്പോൾ നിങ്ങൾ പറയും നിങ്ങൾ അന്ന് കൊടുക്കാതെ ഇരുന്നെങ്കിൽ ഞങ്ങളിത് കൊടുക്കും. ഇന്ന് നിങ്ങൾ കൊടുക്കാൻ പോയിട്ടാണ് കുളിയേക്ക് പൈസ കിട്ടും എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കണത്. അല്ലാതെ ഒരു രക്ഷകളില്ലാതെ എന്തൊരു ചെയ്യാൻ പറ്റും? എത്ര എണ്ണം തർക്കൊല വരെ ചെയ്യണമെന്നറിയാമോ? കുളികളില്ലാതെ നിങ്ങൾ കുളിയെ തരണം. മെഡിക്കലിൽ പോയാൽ കുളി വാങ്ങിക്കണം. കൂടിയ കുളിയെ നിങ്ങൾ പൊത്ത് വെച്ചിരിക്കണം വെളിയിൽ നിന്ന് ഇടയ്ക്ക്. ശരി. ബാക്കിയുള്ള കുളിയെ 5 8 10 കുളികൾ ഇതാണ്. ഇതെന്താ ചെയ്യാം? അപ്പോൾ ഈ ബാക്കിയുള്ള കുടിശ്ശികയുള്ള പെൻഷൻ ഒന്നും കിട്ടിയിട്ടില്ല ഇതുവരെ? ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ആകെ കൂടി ഇത് തന്നെയാണ് ജീവിക്കാനുള്ള മാർഗം. ഇയാൾ മാസമായി കൊടുക്കാതെ. ഇതാ ഇപ്പോൾ 1 മാസത്തെ കുളി കൊടുക്കണം, തികച്ചും കൊടുക്കണില്ല. 1600 രൂപ തികച്ചും കൊടുക്കണില്ല. ആരോടും ചോദിച്ചില്ല? അപ്പോൾ ഈ കൗൺസിലറും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, ആരോടും ചോദിച്ചൊന്നുമില്ല? ആരെന്ന് അവർ അറിയില്ല. അതിന് പൈസ വന്നില്ല, വന്നാൽ തരാം എന്ന് പറച്ചലേ ഉള്ളൂ. വേറെ ഒരു പൈസ ചെയ്യും. അപ്പോൾ ഇപ്രാവശ്യം സ്ഥാനാർത്ഥികൾ വോട്ട് ചോദിച്ചു വന്നാൽ എന്ത് പറയും? പറയൂ. സ്ഥാനാർത്ഥി വന്നാൽ എന്ത് പെൻഷൻ കൊടുക്കാത്ത കാര്യം 7 മാസമായില്ല. എന്ത് കൊടുക്കാത്ത കാര്യം എന്ത്? നിങ്ങളില്ലെങ്കിൽ കട്ടാക്കി കളയും, അല്ലെങ്കിൽ വേണ്ട, അല്ലെങ്കിൽ മര്യാദയ്ക്ക് കൊടുക്കണം. അതേ ഉള്ളൂ മക്കളെ. നമ്മുടെ വീട്ടിലാരൊക്കെ ഉണ്ട്? അപ്പോൾ വീട്ടിൽ ഞങ്ങളിപ്പോൾ 4 പേരുണ്ട്. 4 പേര്. അപ്പോൾ അവരൊക്കെ എന്ത് ചെയ്യുന്നത്? ഒരുത്തം പണിക്ക് പോകും. ഈ കടലിൽ തന്നെ പണി ചെയ്യുന്നത്. രസമായില്ല. അമ്മ രാവിലെ മുതൽ വന്നിരിക്കും ഇവിടെ ഇരുന്നിട്ട്
10 പൈസയ്ക്ക് വരെ ഇപ്പം എത്ര സമയം വരെ ഇരിക്കും? വൈകുന്നേരം വരെ ഇരിക്കും? വൈകുന്നേരം ഇരിക്കും, 6 മണി വരെ ഇരിക്കും. എന്നിട്ടാണ് പോകും. ഇപ്പോൾ വീട് എവിടെയപ്പം അമ്മയുടെ? വീടില്ല, വാടക വീട്. വാടക വീട്ടിൽ വെച്ച്. അപ്പം ഇവിടെ തന്നെയാണോ? മുകളിലെ പ്രധാന സ്ഥാനാർത്ഥികൾ വരുമ്പോൾ പറയാനുള്ളത് പറഞ്ഞിട്ട് എന്താ ചെയ്യില്ല. പറയുമ്പോൾ ഈ കൈ ചെവിയുണ്ട് കേൾക്കാൻ ഈ ചെവിയുണ്ട് അങ്ങ് കളഞ്ഞിട്ട് അവർ പോകും. ഇതേ ഉള്ളൂ. അല്ലെങ്കിൽ ഞങ്ങൾ പബ്ലിക്കായിട്ട് വിളിച്ച് പറഞ്ഞു തരാം. ഒരു വീട്ടിന് എഴുതി കൊടുത്തിട്ട് മാസങ്ങളെ വീട് അനുഭവിച്ചു, ഇതുവരേക്കും അത് കിട്ടിയിട്ടില്ല. അവർ തരുന്നില്ല. അവരെങ്ങനെ തരും? നിങ്ങൾ പോയി പേപ്പർ വെച്ചാലല്ലേ അവർ തരുള്ളൂ. നിങ്ങൾ പേപ്പർ വയ്ക്കാതെ അവരെങ്ങനെ തരും? ഭവനങ്ങളില്ലാതെ 10, 60, 40, 50 വർഷങ്ങൾ നമ്മൾ കിടന്ന് അനുഭവിക്കുന്ന നമുക്ക് മാത്രം അറിയാം. അവരാർക്കും അറിയില്ല. ഈ വാടക കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയുമ്പോൾ വാടക കൊടുക്കാൻ കഴിയില്ല. എങ്കിലും എങ്ങനെയെങ്കിലും ആരെടുത്തണെങ്കിൽ തെണ്ടിയും പറക്കുകയൊക്കെ വാങ്ങിച്ചു വീട്ടുകാർ വെറുതെ 2 മാസം വിട്ടേ തരും, 1 മാസം വിട്ടേ തരും. ഞങ്ങൾ അധ്വാനിച്ച് അന്ന് ഞങ്ങൾ കഞ്ഞി കുടിക്കുക, അല്ലാതെ ഗവൺമെൻറ്റിൽ നിന്ന് തന്ന ഇനിയുള്ളവർ തന്നല്ല ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങളുടെ കയ്യും കാലും ഉണ്ടെങ്കിൽ കടലിൽ നിന്ന് കിട്ടിയാലേ ഞങ്ങൾക്ക് ജീവിതം. അല്ലാതെ അവർ ഓരോന്ന് ജയിക്കാൻ വേണ്ടി വന്നിട്ട് പറയും അത് ചെയ്തു തരാം, ഇത് ചെയ്തു തരാം, ഇതേ പറയുള്ളൂ. ഒരു ടോയ്ലറ്റ് വെച്ച് തരാൻ വേണ്ടി ഇതേ ഉള്ളൂ ഞങ്ങൾക്ക് ബുദ്ധിമുട്ട്. എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളാണ്, ഇത്രയും ആണുങ്ങൾ വഴി പോകുന്നു, ഇത്രയും ആണുങ്ങൾ മീൻ വാങ്ങിക്കാൻ വരുന്നത്. അവരുടെ മുമ്പിലാണ് ഞങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത്. നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ? പിടിച്ചു നിൽക്കാൻ പറ്റുമോ? നമുക്ക് പറ്റത്തില്ല. ഇതാണ് നമുക്കല്ല, വേറെ ഒന്നും അവരുടെ സമ്പത്തൊന്നും നമുക്ക് വേണ്ട. നമുക്ക് ഇത് മാത്രം മതി, അല്ലാതെ വേറെ ഒന്നും നമുക്ക് ആവശ്യമില്ല. മോളെ ഈ പെൻഷനൊന്നും കിട്ടിയിട്ടില്ല. എനിക്ക് 62 വയസ്സായി. പെൻഷൻ ആധാറിൽ 60 വയസ്സ് കിടക്കുന്നതുകൊണ്ട് ഇതുവരെയും പെൻഷൻ ഇല്ല. ഞാൻ എഴുതി കൊടുത്തിട്ടേ ഇല്ല. 2 പ്രാവശ്യം എഴുതി കൊടുത്തപ്പോൾ തിരിച്ചു വന്നു. പിന്നെ ഞാൻ എഴുതി കൊടുത്തു 62 വയസ്സ് കഴിഞ്ഞ്. പെൻഷൻ ഇല്ല മോളെ. ഒരു രോഗിയാണ്, ഹാർട്ട് മരുന്നൊക്കെ കഴിച്ച് ഡിസ്ക് കംപ്ലൈൻറ്റ് എല്ലാം കൂടെയാണ് ഇവിടെ ഇരിക്കുന്നത് ഇങ്ങനെ. അപ്പോൾ നമ്മളിത് അധ്വാനിച്ച് 10 രൂപ കിട്ടിയാലേ ഗുളികയും വരെ വാങ്ങിച്ച് കഴിക്കാൻ പറ്റുള്ളൂ. ഇത്രയേ ഉള്ളൂ മോളെ. ഇപ്പോൾ നമ്മൾ കേട്ടത് വളരെ സാധാരണക്കാരായ പച്ചയായ മനുഷ്യരുടെ റെസ്പോൺസാണ്. അപ്പോൾ ഈ ഒരു ഇലക്ഷൻ കഴിയുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് മാത്രം വരും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ ഇവർ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു വിട്ട സ്ഥാനാർത്ഥികളെ ഒന്നും തന്നെ പിന്നെ ഈ ഭാഗത്തേക്ക് കാണാനില്ല എന്നാണ് ഇവിടുത്തെ അമ്മമാർക്കടക്കം പറയാനുള്ളത്. മാത്രമല്ല ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ നമ്മൾ ടോയ്ലറ്റ് സൗകര്യം പോലും ഇല്ല, ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങൾ പോലും ഇതുവരെ ജയിച്ചു വന്നിട്ടുള്ള ഒരു സ്ഥാനാർത്ഥികളും ഇവിടെ നടപ്പിലാക്കിയിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല പെൻഷൻ അടക്കമുള്ള അതുപോലെ തന്നെ നമ്മുടെ സർക്കാരിനെതിരെയും അവർ അതിശക്തമായി തന്നെ അവർ പ്രതികരിക്കുന്നുണ്ട്. ഏതായാലും നമ്മൾ റെസ്പോൺസ് എടുത്തു വരുമ്പോൾ അല്ലെങ്കിൽ അവരുടെ പ്രതികരണം, ഈ തീരദേശ വോട്ടർമാരുടെ ഒരു പ്രതികരണം എടുത്തു വരുമ്പോൾ തന്നെ ഞങ്ങൾക്ക് സ്ഥാനാർത്ഥികളില്ല, ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ ഭരിച്ചു, ഇത്തവണ ഞങ്ങൾ ഇവിടുന്ന് ആർക്കും വോട്ട് ചെയ്യുന്നില്ല എന്നുള്ളൊരു ശക്തമായ തീരുമാനം തന്നെയാണ് അവർ നമ്മളോട് പറയുന്നത്. ഏതായാലും നമ്മുടെ തിരുവനന്തപുരം മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വോട്ടാണ് നമ്മുടെ തീരദേശ വോട്ട് എന്ന് പറയുന്നത്. ഏതായാലും ഇത്തവണ തീരദേശ വോട്ട് എന്തായിരിക്കും എന്നുള്ളത് ഒരു വലിയൊരു ചോദ്യചിഹ്നമായി തന്നെ ഉയരുകയാണ്. അതെന്തായാലും നമുക്ക് ഇലക്ഷൻ കഴിഞ്ഞ് പെട്ടി തുറക്കുന്ന സമയത്ത് മാത്രമാണ് നമുക്കത് മനസ്സിലാകാൻ സാധിക്കുകയുള്ളൂ.